പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർണായക നീക്കങ്ങൾക്കിടെ ലോകശ്രദ്ധ ആകർഷിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പുതിയ പ്രഖ്യാപനമാണ് ലോകരാഷ്ട്രം ഉറ്റുനോക്കുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അതായത് തങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും ഇറാൻ അംഗീകരിച്ചു എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അതായത് ഇറാന്റെ ആണവ നിർവ്യാപന ചർച്ചകൾ ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന പരോക്ഷ ചർച്ചകൾക്കൊടുവിൽ വൈറ്റ് ഹൌസിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ശുഭസൂചനമായ ഒരു പ്രസ്താവന പുറത്തു വന്നത് ലോകരാഷ്ട്രത്തിലുള്ളവർക്ക്, അതായത് ലോകരാഷ്ട്രത്തെ മൊത്തത്തിൽ ഒരു ആശ്വാസം ജനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നത്. എന്നാൽ ട്രംപിന്റെ അവകാശവാദമാണ്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ട്രംപിന്റെ അവകാശവാദങ്ങൾ പുറത്തു വരുമ്പോഴും ദോഹയിലെ സമാധാന ചർച്ചകളിലുള്ള കാര്യങ്ങൾ അതിലൊരു പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നയതന്ത്ര വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. ട്രംപിന്റെ സ്വഭാവം അനുസരിച്ച് വലിയ ആളാവാൻ വേണ്ടി ട്രംപ് പറയുന്നതാണോ എന്നൊരു സംശയം ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൊത്തത്തിലുള്ള ഒരു പൂർണ്ണമായ ഒരു കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം മാത്രം നമുക്ക് ആശ്വാസത്തിനുള്ള ഒരു വക നോക്കിയാൽ മതി എന്ന ഒരു നിലയിലാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിൽക്കുന്നത്. 2 ആഴ്ച മുമ്പ് പ്രഖ്യാപിച്ച താത്കാലിക സമാധാന കരാറിലെ വ്യവസ്ഥകളെ ചൊല്ലി ഇരുപക്ഷവും ഇപ്പോഴും തർക്കത്തിലാണ്. ഇതിനകം പരിഹരിച്ചുവെന്ന് കരുതിയിരുന്ന പല വിഷയങ്ങളിലുമാണ് ദോഹയിൽ വീണ്ടും ഇരുവിഭാഗവും കൊമ്പുകോർക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പശ്ചിമേഷ്യൻ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനുള്ള സുസ്ഥിരമായ ഒരു സമാധാന കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നിട്ടില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമോസ് കടലിടുക്കും തടഞ്ഞുവച്ച ഫണ്ടും ഒരു പ്രതിസന്ധി തന്നെയാണ്. ഖത്തറിലുള്ള ഇറാന്റെ മരവിപ്പിച്ച $6 മില്യൺ ഫണ്ട് അടിയന്തരമായി വിട്ടു നൽകണമെന്നാണ് ഇറാന്റെ മറ്റൊരു പ്രധാന ആവശ്യം. എന്നാൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പിലാക്കിയ ശേഷം മാത്രമേ തുക ഗഡുക്കളായി അനുവദിക്കൂ എന്ന നിലപാടിലാണ് US. അതേസമയം ലബനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിലും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിലും തീരുമാനമാകാതെ ആണവ ചർച്ചകളുമായി മുന്നോട്ട് പോകില്ല എന്ന നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. ചർച്ചകൾ തുടരും. കൂടാതെ താത്കാലിക കരാർ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക ആശയവിനിമയ ചാനൽ ആരംഭിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട്. ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര ചർച്ചകൾ തുടരുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയെ കുറയ്ക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ലോകങ്ങൾ. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളിൽ അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ആണവ പദ്ധതികളുടെ നിയന്ത്രണവും സുരക്ഷാ പ്രശ്നങ്ങളുമാണ്. പ്രധാനമായും 5 കാര്യങ്ങളാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഒന്നൊഴികെ ബാക്കി എല്ലാം പ്രവർത്തനം അവസാനിപ്പിക്കുക, ഇറാൻ സംരക്ഷീകരിച്ച യുറേനിയം ശേഖരത്തിൽ അമേരിക്കയ്ക്ക് കൈമാറുക, മുൻകാല ഉപരോധങ്ങൾ മൂലം ഇറാനുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകില്ല എന്ന കടുത്ത നിലപാടിലാണ് അമേരിക്ക ഇപ്പോൾ ഉള്ളത്. കൂടാതെ വിദേശ രാജ്യങ്ങളിലുള്ള ഇറാൻ മരവിപ്പിച്ച ആസ്തികളിൽ 25% പോലും വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് അമേരിക്ക. വിവിധ യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ വിവിധ മേഖലകളിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളെ പൂർണ്ണമായും അമേരിക്കൻ തീരുമാനവുമായി ബന്ധിപ്പിക്കുക. കൂടാതെ കരാറിൽ പ്രകാരം യുദ്ധം ഇനി ഉണ്ടാകില്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെങ്കിലും ഇനിയും അമേരിക്ക ഇറാൻ തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടായിക്കൂടാ എന്നില്ല. യുദ്ധം അവസാനിച്ചുവെന്നും ഹോർമൂസിലൂടെ എണ്ണ കൊണ്ട് പോകാം എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷെ അവിടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഹോർമൂസിൽ ഈ യുദ്ധം നടന്ന സമയത്ത് ഇറാൻ കുറെ മൈനുകൾ കൊണ്ട് ഹോർമൂസിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എവിടെയാണ്, എങ്ങനെ കണ്ടുപിടിക്കുമെന്നത് അതിനെ നിർവീര്യമാക്കണമെങ്കിൽ ഏകദേശം ഒരു 6 മുതൽ ഒരു 9 മാസം വരെ വേണമെന്നാണ് ഖത്തർ തന്നെ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ഹോർമൂസിൽ ഒരു പുതിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്.